മലാപ്പറമ്പ് AAUP സ്കൂൾ അടച്ചുപൂട്ടലിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. AAU എത്തി രേഖകൾ ഏറ്റുവാങ്ങി. സ്കൂൾ താൽക്കാലികമായി കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാറ്റിയ വിവരങ്ങളുമായി ഇപ്പോൾ സിജു കണ്ണൻ ചേരുന്നു. സിജു, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സോമി, ആശങ്കകളുടെയും അനിശ്ചിതത്വങ്ങളുടെയും മണിക്കൂറുകൾക്ക് ശേഷം മലാപ്പറമ്പ് AAUP സ്കൂൾ അടച്ചുപൂട്ടുന്നു. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. AEO KS കുസുമം എത്തി സ്കൂളിലെ രേഖകൾ ഉൾപ്പെടെ രേഖകളും ആസ്തികളും എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അല്പസമയങ്ങൾക്കകം മലാപ്പറമ്പ് AAUP സ്കൂൾ അടച്ചുപൂട്ടും. സർക്കാർ ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലാപ്പറമ്പ് AAUP സ്കൂൾ താൽക്കാലികമായി ജില്ലാ കളക്ടറേറ്റിൽ പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന ശക്തമായ നിലപാടിൻ്റെ ഭാഗമായി കൂടിയാണിത്. ഒരർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ഒരു വിജയമായി ഇതിനെ കാണാം. കാരണം ഈ സമരസമിതി ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് സർക്കാർ മലാപ്പറമ്പ് AAUP സ്കൂൾ ഉൾപ്പെടെ 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ ഇന്ന് രാവിലെയാണ് തീരുമാനിച്ചത്. അതിനുശേഷം എന്നാൽ ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഹൈക്കോടതിയിൽ നിന്നും ഒരു പരാമർശമുണ്ടായി. ഇന്ന് വൈകുന്നേരം വരെയാണ് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ സമയം അനുവദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു സാങ്കേതിക പ്രശ്നം നിലനിന്നിരുന്നു. ഹൈക്കോടതിയുടെ ഈ പരാമർശം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും കോടതിയലക്ഷ്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് സാങ്കേതികമായി മലാപ്പറമ്പ് സ്കൂൾ ഇന്ന് വൈകുന്നേരത്തിനകം അടച്ചുപൂട്ടേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അടച്ചുപൂട്ടൽ നടപടി ക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്കൂൾ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ സർക്കാർ ഇന്ന് രാവിലെ തന്നെ കൃത്യമായ നിലപാടെടുത്തിരുന്നു. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതുവരെ സ്കൂൾ ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ സ്കൂൾ കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിൽ പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ ഹൈക്കോടതിയുടെ പരാമർശത്തിന് ശേഷം വലിയ സമരസമിതി ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി പ്രദീപ് കുമാർ MLA ചർച്ച നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് മാറിയത്. വൈകുന്നേരം 4 മണിയോടുകൂടി സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു. സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ഇതുവരെ സമരത്തിനും പ്രതിഷേധങ്ങൾക്കും എല്ലാം ഒരുമിച്ച് നിന്നിരുന്ന ആളുകളെ PTA, അതോടൊപ്പം തന്നെ സ്കൂൾ സംരക്ഷണ സമിതി, മറ്റ് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളുടെ എല്ലാം ഉൾപ്പെടെ സമസ്ത മേഖലയിൽ നിന്നുമുള്ള ആളുകളെയാണ് ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുപ്പിച്ചിരുന്നത്. അതിനുശേഷം ആണ് ഒരു നിർണായകമായ തീരുമാനമെടുത്തത്. അടച്ചുപൂട്ടൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാക്കില്ല. കാരണം സർക്കാരിൽ നിന്ന് കൃത്യമായ ഉറപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. അതിനുശേഷം ജില്ലാ കളക്ടറും കോഴിക്കോട് DDEയും സ്ഥലത്തെത്തി സർവകക്ഷി യോഗത്തിൽ ഇവരും പങ്കെടുത്തു. ഇതിന് ശേഷം ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിൽ മലാപ്പറമ്പ് സ്കൂളിലെ 75 കുട്ടികളെയും അധ്യാപകരെയും കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷം 4:45 കൂടിയാണ് AEO KS കുസുമം സ്ഥലത്തെത്തിയത്. ഇപ്പോൾ അടച്ചുപൂട്ടലുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആസ്തികളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് സ്കൂൾ അടച്ചുപൂട്ടും. ഏതായാലും സർക്കാരിൻ്റെ ശക്തമായ നിലപാട് കൊണ്ട് തന്നെ ഇത് ഒരു സാങ്കേതികമായ ഒരു അടച്ചുപൂട്ടൽ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. സർക്കാർ സ്വാഭാവികമായും സ്കൂൾ ഏറ്റെടുക്കുന്നതിനുള്ള മറ്റെല്ലാ നടപടികളും പൂർത്തിയാക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കുട്ടികളെ കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിലേക്ക് മാറ്റുന്നത്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഒരു വലിയ വിജയമായി ഇതിനെ കാണാം. സോമി, സിജു, തികച്ചും ശാന്തമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ? സോമി, വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഇന്ന് രാവിലെ മലാപ്പറമ്പ് AAUP സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തു. ഇതിൽ വളരെയധികം ആഹ്ലാദത്തോടു കൂടിയാണ് സമരസമിതിയും അതോടൊപ്പം തന്നെ സ്കൂൾ സംരക്ഷണ സമിതിയും എല്ലാം ഈ കാര്യത്തെ ഏറ്റെടുത്തത്. എന്നാൽ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്ന പരാമർശമുണ്ടായപ്പോൾ സമരം തുടർ പ്രതിഷേധവും പ്രക്ഷോഭവുമെല്ലാം ഏത് രീതിയിൽ കൊണ്ടുപോകുമെന്ന ആശങ്കയുണ്ടായിരുന്നു. കൃത്യമായൊരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്നില്ല. എന്നാൽ ഇതിനുശേഷം നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് പ്രദീപ് കുമാർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്തേണ്ടതുണ്ട്, സർക്കാരിൻ്റെ കൃത്യമായ ഉറപ്പ് ലഭിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. സർക്കാരിൽ നിന്നും കൃത്യമായ ഒരു ഉറപ്പ് ലഭിച്ച സാഹചര്യത്തിൽ പിന്നീട് സമരസമിതി വൈകുന്നേരം 4 മണിയോടുകൂടി സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു. ആ സർവകക്ഷി യോഗത്തിലാണ് നിർണായകമായ തീരുമാനമെടുത്തത്.
ആദ്യഘട്ടത്തിൽ ആ സ്കൂൾ അടച്ചുപൂട്ടുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസം വരെ സ്കൂളിന് ചുറ്റും ഒരു പ്രതിരോധ മതിൽ തന്നെ തീർക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഒരു കാരണവശാലും കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടി സ്കൂളിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം വരെ എടുത്തിരുന്നത്. ഇന്നലെ വൈകുന്നേരവും അതിനുശേഷം ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗത്തിലും എടുത്ത നിർണായക തീരുമാനത്തിന് ശേഷമാണ് സമരസമിതിയും സ്കൂൾ സംരക്ഷണ സമിതിയും എല്ലാം ഒരു വളരെ പെട്ടെന്ന് ഒരു ചുവട് മാറ്റിയത്. കാരണം സർക്കാരിൽ നിന്നും വളരെ കൃത്യമായ ഒരു ഉറപ്പ് ഈ സ്കൂൾ ഏറ്റെടുക്കും, ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 75 കുട്ടികൾക്കും പഠനാന്തരീക്ഷം ഇവിടെ തന്നെ ഒരുക്കും എന്ന സാഹചര്യത്തിലുള്ള ഒരു ഉറപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് മാറിയത്. വൈകുന്നേരം 4 മണിയോടെ കൂടി ചേർന്ന സർവകക്ഷി യോഗത്തിൽ AEO വന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി AEO വന്നാൽ തടയേണ്ടതില്ല എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുകയായിരുന്നു. ഈ യോഗത്തിൽ പിന്നീട് ജില്ലാ കളക്ടറും DDയും പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും സമരസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങൾ വളരെ സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള പ്രശ്നവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. സമരസമിതി പ്രവർത്തകർ ഈ നടപടിക്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഈ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിലുണ്ട്. പക്ഷേ അവരെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ അനുവദിക്കുന്നുണ്ട്. ഇവർ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനും അതോടൊപ്പം തന്നെ പ്രദീപ് കുമാർ MLAക്കും എല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അല്പസമയങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രകടനവും നടത്തിയിരുന്നു. മറ്റൊരു തരത്തിലുള്ള പ്രശ്നവും നിലവിൽ ഇവിടെയില്ല. സ്വാമി സിജു, നാളെ മുതൽ ഇനിയിപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് കളക്ടറേറ്റിൽ താൽക്കാലികമായി അവിടെയാണ് പ്രവർത്തിക്കേണ്ടത്. അവിടെയുള്ള ഒരുക്കങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? സ്വാമി, ഇന്ന് രാവിലെ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ സ്കൂൾ ഏറ്റെടുക്കുമെന്ന തരത്തിൽ ഒരു തീരുമാനമെടുത്തപ്പോൾ തന്നെ അത് ഏത് രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തലത്തിലും നടന്നിരുന്നു, സർക്കാർ തലത്തിൽ ഉൾപ്പെടെ. ഈ തീരുമാനമെടുത്തതിന് ശേഷം ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയെ കാര്യങ്ങൾ അറിയിച്ചെങ്കിലും പിന്നീടാണ് ഇന്നത്തെ ഉത്തരവ് നടപ്പിലാക്കണമെന്ന തരത്തിലുള്ള ഒരു വിധി വന്നത്. അപ്പോൾ തന്നെ ഏത് രീതിയിൽ ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് കുട്ടികളുടെ അധ്യയനത്തിന് പ്രശ്നമുണ്ടാകാത്ത തരത്തിൽ ക്ലാസുകൾ കൃത്യമായി നടക്കുന്ന രീതിയിൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിച്ചിരുന്നത്. അത് ഈ സ്കൂൾ സംരക്ഷണ സമിതിയോടൊപ്പം തന്നെ നിലകൊള്ളുന്ന പ്രദീപ് കുമാർ MLA ഉൾപ്പെടെ ഉള്ള ആളുകൾ വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇതിനിടയിൽ ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം ഇവരെല്ലാം കൂടി നടത്തിയ ഒരു കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത്. കോഴിക്കോട് കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ സ്കൂൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാമെന്ന തീരുമാനമാണ് എടുത്തത്. ഇത് കളക്ടറുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കിയതിന് ശേഷം പ്രത്യേക ബസ്സും ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സാധാരണഗതിയിൽ 4 മണിക്കാണ് കുട്ടികളുടെ ക്ലാസ് അവസാനിക്കേണ്ടത്. എന്നാൽ സർവകക്ഷി യോഗം ചേർന്ന സമയം അത്രയും കുട്ടികൾ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. കുട്ടികളും അതോടൊപ്പം തന്നെ കുട്ടികളെ കൊണ്ടുപോകാനെത്തിയ രക്ഷിതാക്കളും എല്ലാം ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം ഈ പ്രത്യേക ബസ് ഉൾപ്പെടെയുള്ള സൗകര്യം ഒരുക്കിയതിന് ശേഷം ആണ് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയത്. ജില്ലാ കളക്ടർ എത്തി ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു. അപ്പോഴാണ് സർവകക്ഷി യോഗത്തിൽ നിന്ന് ഇനി ഒരു തരത്തിലുള്ള എതിർപ്പും ഉണ്ടാകില്ലെന്ന ഒരു തീരുമാനം അറിയിച്ചത്. ഇതോടെ ജില്ലാ കളക്ടർ കുട്ടികളെയും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളെയും സ്കൂളിലെ മറ്റ് 6 അധ്യാപകരെയും ഉൾപ്പെടെയുള്ള ആളുകളെ ഈ പ്രത്യേക ബസ്സിലേക്ക് മാറ്റിയ ശേഷം കളക്ടറേറ്റിലേക്ക് മാറ്റിയത്. ഏതാണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നാളെ രാവിലെ തന്നെ ഒരു തരത്തിലും ക്ലാസുകൾ മുടങ്ങാത്ത തരത്തിൽ രാവിലെ തന്നെ എല്ലാ സൗകര്യങ്ങളും കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിൽ ഒരുക്കും എന്നാണ് അറിയുന്നത്. സ്വാമി, മലാപ്പറമ്പ് AEUP സ്കൂൾ ഉൾപ്പെടെ പൂട്ടുന്ന 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനം. കോടതി വിധിക്ക് വിധേയമായിട്ടാകും നടപടികളെന്നും സർക്കാർ വ്യക്തമാക്കി. സ്കൂളുകൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥും പറഞ്ഞു. അതേസമയം മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ആദ്യം കോടതി ഉത്തരവ് നടപ്പാക്കാനും ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മലാപ്പറമ്പ് AUP സ്കൂൾ, മാങ്ങാട്ടുമുറി, കിരാലൂർ, പാലോട്ടുവയൽ എന്നീ സ്കൂളുകൾ ഏറ്റെടുക്കാനാണ് സർക്കാർ തീരുമാനം. മാനേജ്മെന്റിന് നഷ്ടപരിഹാരം നൽകിയായിരിക്കും സ്കൂളുകൾ ഏറ്റെടുക്കുക. സ്കൂളുകൾ അടച്ചു അതൊരു റിയൽ എസ്റ്റേറ്റ് ഏർപ്പാടാക്കുക എന്നതിനോട് ഗവൺമെൻറ് യോജിപ്പില്ല. അപ്പോൾ സ്കൂൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. കോടതി വിധിക്ക് വിധേയമായിട്ടാകും സ്കൂളുകൾ ഏറ്റെടുക്കുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥും വ്യക്തമാക്കി. കേരള വിദ്യാഭ്യാസ നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ 2 വിധിക്കും വിധേയമായതുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള സർക്കാരിൻ്റെ അഭിപ്രായം നടപ്പിലാക്കാൻ ശ്രമിക്കും. ഈ ബാധ്യത ആയാൽ പോലും പൊതുവിദ്യാഭ്യാസം നിലനിർത്തണം എന്നുള്ളതാണ് സംഘം. എന്ത് ബാധ്യതയായാലും സ്കൂൾ ഏറ്റെടുക്കുന്നതിൽ നിയമപരമായ തടസ്സങ്ങളില്ലെന്ന് നിയമ സെക്രട്ടറിയുടെ ഉപദേശം ലഭിച്ചതിനെ തുടർന്നാണ് സർക്കാർ തീരുമാനം കൈക്കൊണ്ടത്.
എന്നാൽ സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ആദ്യം സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവ് നടപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് ജെ ശങ്കരൻ നമ്പ്യാരാണ് ആദ്യം കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നും വ്യക്തമാക്കിയത്. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ് കോടതിയെ അറിയിച്ചപ്പോഴായിരുന്നു കോടതി നിലപാട് വ്യക്തമാക്കിയത്. സ്കൂൾ അടച്ചുപൂട്ടിയ ശേഷം കോടതിയെ അറിയിക്കണമെന്നും ജസ്റ്റിസ് ജെ ശങ്കരൻ നമ്പ്യാർ ഉത്തരവിട്ടു. വെള്ളിയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സ്കൂൾ മാനേജർ പത്മകുമാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കൊച്ചി. മലാപ്പറമ്പ് സ്കൂളിന് പിന്നാലെ തൃശൂർ കിരാലൂർ സ്കൂളും സർക്കാർ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്നതോടെ 40 കുട്ടികൾക്കാണ് അധ്യയന സൗകര്യങ്ങൾ തിരികെ ലഭിച്ചത്. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി രക്ഷിതാക്കൾ പ്രതികരിച്ചു. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് മെയ് 30 അടച്ചുപൂട്ടിയ കിരാലൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂളാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. സ്കൂൾ അടച്ചുപൂട്ടിയെങ്കിലും പ്രതിഷേധ സൂചകമായി പ്രവേശനോത്സവം നടത്തി സ്കൂളിൽ ക്ലാസ് നടത്തിവരികയായിരുന്നു. മലാപ്പറമ്പ് സ്കൂളിന് പിന്നാലെ കിരാലൂർ സ്കൂളും സർക്കാർ ഏറ്റെടുക്കുമെന്നറിഞ്ഞതോടെ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ആഹ്ലാദത്തിലായി. അതുപോലെ മറ്റ് ഓഫീസർമാര്, സർക്കാര് എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. അവരോട് പ്രത്യേകം നന്ദി പറയുന്നു. സ്കൂളിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിവന്ന രക്ഷിതാക്കളും സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. കുഞ്ഞുമക്കൾക്ക് ഈ ടീച്ചർമാരെ തിരിച്ചു കിട്ടി, ഈ സ്കൂൾ തിരിച്ചു കിട്ടി, അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം സ്വകാര്യ സ്കൂളുകളിൽ കുട്ടികളെ അയക്കാനാവാതെ പ്രതിസന്ധിയിലായിരുന്നു രക്ഷിതാക്കൾ. സമരം വിജയം കണ്ടതോടെ ഇവർക്കുണ്ടായ ആശ്വാസം ചെറുതല്ല. ഇത്ര വേഗം സർക്കാർ ഏറ്റെടുക്കുന്നു വിചാരിച്ചില്ല. ഞങ്ങളൊക്കെ പഠിച്ചു വളർന്ന സ്കൂളും കൂടിയാണത്. ഈ നാട്ടിലൊരു പൊതു സ്കൂളും കൂടിയാണ്. തിരിച്ചു കിട്ടിയാൽ വളരെയധികം സന്തോഷമുണ്ട്. തീരുമാനമറിഞ്ഞതോടെ സ്കൂളിന് മുന്നിൽ സമരം നടത്തിവന്ന സ്കൂൾ സംരക്ഷണ സമിതി സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാന പോലീസ് സേനയിലുള്ളവരും IAS, IPS ഉദ്യോഗസ്ഥരും അവരുടെ പ്രവർത്തനത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരേണ്ടതില്ലെന്നും ഇക്കാര്യം എല്ലാവരും ഓർക്കേണ്ടതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് സേനയിലുള്ളവർ അവരുടെ കർത്തവ്യം നിർവഹിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. രാഷ്ട്രീയക്കാർ പറയുന്നതുപോലെ പോലീസുകാർക്ക് രാഷ്ട്രീയം പറയാൻ അവകാശമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മണികണ്ഠൻ നായർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പോലീസിലായാലും ഉയർന്ന ഉദ്യോഗസ്ഥരിലായാലും സിവിൽ സർവീസിലെ IASകാരായാലും പോലീസ് സേനയിലെ IPSകാരായാലും ആരിലും രാഷ്ട്രീയമുണ്ടാകാം, അതായത് രാഷ്ട്രീയ ചിന്തയുണ്ടാകാം. പക്ഷെ അവരുടെ കർമ്മത്തിൽ കക്ഷി രാഷ്ട്രീയമല്ല ഉണ്ടാകുക. ഇത് പോലീസ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. പോലീസിൽ സേവനമനുഷ്ഠിക്കുന്ന ഏതൊരാളും ഓർക്കേണ്ട ഒരു കാര്യമാണ്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെതായ അതിപ്രസരം അത് വളരെ പ്രത്യേകമായ രീതിയിൽ, കാരണം ആർക്കും മതിപ്പ് തോന്നാനിടയില്ലാത്ത രീതിയിൽ പ്രകടിപ്പിക്കുന്ന നില പോലീസിലുണ്ടാകാൻ പാടില്ല. സർക്കാർ ജീവനക്കാർ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സെക്രട്ടേറിയറ്റിലെ ഇടനിലക്കാരെ നിലയ്ക്ക് നിർത്തണമെന്നും ഫയലുകളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നെഗറ്റീവ് ഫയൽ നോട്ട സമ്പ്രദായത്തിന് പകരം ഒരു പോസിറ്റീവ് ഫയൽ നോട്ട സമ്പ്രദായം നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയൊക്കെ ജനങ്ങളെ സഹായിക്കാം, ഇതായിരിക്കണം സ്വാഭാവികമായും നാം ഫയൽ നോക്കുമ്പോൾ അടിസ്ഥാനമായി സ്വീകരിക്കേണ്ട സമീപനം. അഴിമതി, കൈക്കൂലി അടക്കമുള്ള ദുഷിപ്പുകളിൽ നിന്ന് മാറി നിൽക്കാൻ ജീവനക്കാർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നിങ്ങൾ അഴിമതി മുക്തരായാൽ മാത്രം പോരാ, നിങ്ങളെ ഉപയോഗിച്ച് അഴിമതി നടത്താൻ തയ്യാറാകുന്നവരുണ്ടെങ്കിൽ അത് തടയാനുള്ള ജാഗ്രത കൂടി നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അഴിമതിക്ക് നേരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഉദ്യോഗസ്ഥർ നിശ്ചിത സമയത്തിനുള്ളിൽ ഫയലുകളിൽ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കൃത്യമായി ജീവനക്കാർ ഓഫീസിലെത്തി അവരുടെ കസേരകളിലിരുന്ന് ജോലി ചെയ്യാൻ തയ്യാറാകണമെന്നും പറഞ്ഞു. ഫയലുകളിൽ കാലതാമസം വരുത്തുന്നവർ തന്നെ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അഴിമതിരഹിതവും സുതാര്യവുമായ ഒരു നവകേരളത്തിൻ്റെ സൃഷ്ടിക്കാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ നിങ്ങളെല്ലാവരുടെയും കലവറയില്ലാത്ത പിന്തുണയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്.
ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ മാധ്യമോപദേഷ്ടാവായി ജോൺ ബ്രിട്ടാസിനെ നിയമിച്ചു. അഡ്വക്കേറ്റ് എം കെ ദാമോദരനെ മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മേജർ കെ മനോജ് കുമാറിന്റെ കുടുംബത്തിന് 5 സെന്റ് സ്ഥലവും വീടും അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കൂടുതൽ വിവരങ്ങളുമായി എസ് ഷീജ ചേരുന്നുണ്ട്. ഷീജ, എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വാമി ജോൺ ബ്രിട്ടാസിനെ പ്രതിഫലം കൂടാതെയുള്ള മാധ്യമ ഉപദേഷ്ടാവായാണ് നിയമിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇതിൽ തീരുമാനം കൈക്കൊണ്ടത്. അഡ്വക്കേറ്റ് എം കെ ദാമോദരനെ അദ്ദേഹത്തെ പ്രതിഫലം കൂടാതെയുള്ള നിയമോപദേഷ്ടാവായും നിയമിച്ചിട്ടുണ്ട്. വി ജെ കുര്യൻ IASനെ ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള മറ്റു ചുമതലകൾ എന്ന് പറയുന്നത് കോസ്റ്റൽ ഷിപ്പിംഗ്, ഇൻലാൻഡ് നാവിഗേഷൻ, അതോടൊപ്പം തന്നെ അന്തർ സംസ്ഥാന ജലസെൽ എന്നിവയുടെ അധിക ചുമതലയും അദ്ദേഹത്തിനുണ്ടാകും. ഗതാഗത വകുപ്പ് സെക്രട്ടറി ജ്യോതിലാലിന് മൃഗസംരക്ഷണം, ഡയറി, അതോടൊപ്പം തന്നെ മൃഗശാല എന്നിവയുടെ അധിക ചുമതലയും ഉണ്ടാകും. ഡോക്ടർ ബി അശോകനെ ആയുഷ് വകുപ്പിന്റെ സെക്രട്ടറിയായി നിയമിക്കാനാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. റാണി ജോർജ് IASന് മ്യൂസിയം, ആർക്കിയോളജി, ആർക്കൈവ്സ് വകുപ്പുകളുടെ ചുമതല നൽകിയിട്ടുണ്ട്. ടി ഭാസ്കരനെ ലാൻഡ് ബോർഡ് സെക്രട്ടറിയായും നിയമിച്ചു. പത്മകുമാറിനെ ലാൻഡ് റവന്യൂ ബോർഡ് ജോയിന്റ് സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊച്ചി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറുടെ ചുമതല ജില്ലാ കളക്ടറായ രാജമാണിക്യത്തിന് നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് സുപ്രധാന തീരുമാനം മന്ത്രിസഭ കൈക്കൊണ്ടത് മഹാരാഷ്ട്രയിലെ കേന്ദ്ര ആയുധ സംഭരണശാലയിലെ തീപിടുത്തത്തിൽ മേജർ കെ മനോജ് കുമാറിന്റെ കുടുംബത്തിന് 5 സെന്റ് സ്ഥലവും വീടും നൽകാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനോജ് കുമാറിന്റെ മാതാപിതാക്കൾക്ക് പ്രതിമാസം 5000 രൂപ വീതം പെൻഷൻ നൽകും. മനോജിന്റെ ഭാര്യയുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ജോലി നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അത് നിരസിക്കപ്പെടുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് ജോലി നൽകാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. സോമി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. എക്സൈസ് കമ്മീഷണറായി ഋഷിരാജ് സിംഗ് ചുമതലയേറ്റു. വാറ്റുചാരായത്തിനും ലഹരി മരുന്നിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് ഋഷിരാജ് സിംഗ് പറഞ്ഞു. എല്ലാ ജില്ലകളിലും കമ്മീഷണർ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തും. ജനങ്ങൾക്ക് നേരിട്ട് കമ്മീഷണറെ വിളിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ എക്സൈസ് ആസ്ഥാനത്തെത്തി മുൻ എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യറിൽ നിന്നാണ് ഋഷിരാജ് സിംഗ് ചുമതല ഏറ്റുവാങ്ങിയത്. വാറ്റുചാരായത്തിനും ലഹരി മരുന്നിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് ചുമതലയേറ്റ ശേഷം അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. വാട്ടിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. റെയ്ഡ് ചെയ്തിട്ട് അത് കർശനമായിട്ട് ഇല്ലാതെ ആക്കാനുള്ള തീരുമാനമാണ്. ലഹരി മരുന്നിൻ്റെ ശല്യം ഇപ്പോൾ ഏറെ കൂടിയിട്ടുണ്ട്. ആദിവാസി മലയോര മേഖലകളിലാണ് വാറ്റുചാരായത്തിന്റെ കൂടുതൽ വ്യാപനം. അതുകൊണ്ട് ആവശ്യമായാൽ പോലീസിന്റെ സഹായം തേടി ഇതിനെ നേരിടും. കള്ളുഷാപ്പുകളിൽ മിന്നൽ പരിശോധന വർദ്ധിപ്പിക്കാനും ശക്തിപ്പെടുത്താനും തീരുമാനിച്ചു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും 55 ഔട്ട് സ്റ്റേഷനുകൾ വഴിയാണ് സംസ്ഥാനത്തേക്ക് മദ്യം എത്തുന്നത്. ഇത് കൃത്യമായി തടയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഋഷിരാജ് സിംഗ് വ്യക്തമാക്കി. ലഹരിമരുന്നിന്റെ ഉപയോഗവും സംസ്ഥാനത്ത് ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് തടയും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് അറിയിക്കാം. 9447178000 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. കൂടാതെ എക്സൈസ് കൺട്രോൾ റൂം നമ്പറായ 23222825 2332 എന്ന നമ്പറിലും അറിയിക്കാം. കൂടാതെ ഇമെയിൽ മുഖേനയും പോസ്റ്റലായും വിവരങ്ങൾ അറിയിക്കാം. സ്കൂളുകൾക്കും കോളേജുകൾക്കും മുന്നിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കാനും കമ്മീഷണർ തീരുമാനിച്ചു. ചുമതലയേറ്റ ശേഷം മുൻ കമ്മീഷണറുമായും ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടി UDF ചെയർമാനാകും. ഇന്ന് ചേർന്ന UDF യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ യോഗം വിലയിരുത്തിയില്ല. തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ വീണ്ടും UDF യോഗം ചേരും. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് നിയമപരമല്ലെന്ന് മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടിയിരുന്നു. മെഡിക്കൽ കോളേജിന്റെ തറക്കല്ലിടൽ ചടങ്ങിനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പരാമർശം. ഒരു ജില്ലയിൽ 2 മെഡിക്കൽ കോളേജുകൾ എന്നത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരുന്നു. വിവാദമായ ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടന വേളയിൽ തന്നെ നിയമവിരുദ്ധമായാണ് ഹരിപ്പാട് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നും ഇതിന്റെ ഉത്തരവാദി രമേശ് ചെന്നിത്തലയാണെന്നും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുറന്നു പറഞ്ഞിരുന്നു. തന്റെ താൽപര്യപ്രകാരമാണ് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പോകുന്നതെന്ന രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾക്ക് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഇരുവരുടെയും വാക്കുകളിലേക്ക്. ഇപ്പോൾ കരുവാറ്റായി സ്ഥാപിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വകാര്യമായ സന്തോഷം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വീട് തന്നെ ഈ കരുവാറ്റായിലാണ് എന്നുള്ളത്. ശ്രീ രമേശ് ഈ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഗവൺമെന്റ് നിശ്ചയിച്ചിരുന്ന
ഒരു നോംസ് വെച്ചാൽ ഇവിടെ കോളേജ് വരില്ല. പക്ഷേ രമേശിന്റെ താല്പര്യത്തിന്റെ മുന്നിൽ ആ നോംസ് മാറി ഹരിപ്പാടിന് ഒരു പ്രത്യേക നോംസ് വെച്ചാണ് ഈ കോളേജ് ഇവിടെ വന്നത്. ഒരു മെഡിക്കൽ കോളേജ് ഉള്ള സാഹചര്യത്തിൽ ആ നോംസ് അനുസരിച്ച് ഇവിടെ കോളേജ് വരില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ താല്പര്യം, അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ സിയാൽ മോഡലില് ഒരു മെഡിക്കൽ കോളേജ് എന്ന നിലയിൽ വന്നു. അങ്ങനെയാണ് ഇവിടെ മെഡിക്കൽ കോളേജ് വരുന്നത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഒരാൾ മാത്രം, അത് രമേശ് ചെന്നിത്തല. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.